Good afternoon. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. സ്വാഗതം. അപ്പോൾ എന്താണ് നമ്മുടെ ചർച്ചാ വിഷയം? പതിവ് ആരോഗ്യ പ്രശ്നങ്ങൾ, സൗന്ദര്യ പ്രശ്നങ്ങൾ ഇതൊക്കെയാണല്ലോ നമ്മൾ പ്രധാനമായും ആരോഗ്യം കുറെ കാലമായി. നമുക്കിനി സൗന്ദര്യത്തിലേക്ക് കടന്നാലോ അല്ലേ? നമുക്ക് എന്താണ് തൊലിപ്പുറത്ത് കാണുന്ന ഏറ്റവും നമ്മളെയൊക്കെ അലട്ടുന്ന ഉണ്ണി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന അരുമ്പാറ അല്ലേ? നമുക്ക് അരുമ്പാറയെ കുറിച്ച് അരുമ്പാറയോട് എനിക്കൊരു സ്നേഹമില്ല. അല്ലല്ല, ഈ അരുമ്പാറ എന്ന് പറയാൻ പോരെ, അയ്യോ ഒരു ഉണ്ണി വന്നല്ലോ എന്ന് നമ്മൾ പറയില്ലേ? അതൊരു ശരിക്കും ഒരു അതിനൊരു ഫണ്ണി ട്വിസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ തന്നെ കുരുത്തിറങ്ങുന്ന നമ്മുടെ ഒരു ഉണ്ണി തന്നെയാണ് അതല്ലേ? നമ്മൾ ഈ വടക്കോട്ടൊക്കെ കുഞ്ഞിനെ ഉണ്ണി എന്ന് വിളിക്കില്ലേ? അതുപോലെ നമ്മളൊരു കുഞ്ഞ് തന്നെയാണത്. പക്ഷെ ഏതായാലും അരുമ്പാറയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെ, ഈ തൊലിപ്പുറത്ത് കാണുന്ന നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭയങ്കരമായ കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ അരുമ്പാറ എന്ന് പറയുന്നത്. പലപ്പോഴും സ്കിന്നിന്റെ അതേ നിറത്തിൽ ചിലപ്പോൾ ചെറിയ കുറിപ്പുകളായിട്ട് വരും, ഇല്ലെങ്കിൽ കോളിഫ്ലവർ പോലെ ഇച്ചിരി കുറച്ചും കൂടെ ഡാർക്കർ നിറത്തിൽ വരും. അങ്ങനെ പലതരം. പിന്നെ എന്താണ്, ഒരു ചെറിയ പസ് ഹെഡ് പോലെ വരും. പലപ്പോഴും ഈ അരുമ്പാറകൾ വേദന വന്നാലും വേദന ഇല്ലാത്തതാണെങ്കിലും സൗന്ദര്യ പ്രശ്നം തന്നെ. അതെ, ഓഫ് കോഴ്സ്. പക്ഷെ ചിലപ്പോൾ കാലിന്റെ അടിയിൽ വരുന്നതിനൊക്കെ നല്ല വേദനയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതാണ് പലപ്പോഴും ഏറ്റവും അധികം ആൾക്കാർ ട്രീറ്റ്മെന്റിനായിട്ട് എത്തുന്നത് അത്തരം ഉള്ള വേദന ഉളവാക്കുന്ന അല്ലെങ്കിൽ ഈ പഴുപ്പ് പോലെ തോന്നിക്കുന്ന അരുമ്പാറകളെയാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിക്കും എന്തും നമ്മുടെ ശരീരത്തിൽ ഒരു അളവിൽ കവിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് ക്യാൻസർ. അത് നമ്മുടെ മറുകുകളും പറയുമല്ലോ, ഒരുപാട് മറുകുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ക്യാൻസറിന്റെ ഒരു ലക്ഷണമാകാം. നിങ്ങൾക്ക് പെറ്റ് പെരുകുന്ന ഒരു കാര്യം ക്യാൻസർ അല്ല എന്ന് ധൈര്യമായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അരുമ്പാറകളാണ്. അത് ശരി. അതെ. അപ്പോൾ ശരിക്കും ഇതൊരു വൈറൽ അറ്റാക്ക് ആണ് ശരിക്കും അല്ലേ? ഏത് വൈറസ് ആണ്? HPV എന്ന് പറയും. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഒരു പ്രോളിഫറേഷൻ ആണ് ഈ അരുമ്പാറയായിട്ട് വരുന്നത്. ഏതായാലും ഈ വിശേഷം കൂടുതലുണ്ട്, ഒത്തിരിയുണ്ട് പറയാൻ. അതിനു മുൻപ് നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോയിട്ട് വരാം. സ്മാർട്ട് ലേഡി കാണാം. നമസ്കാരം, ഞാൻ തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്, സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ. ഞങ്ങളുടെ ഈ വിദ്യാലയം മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒത്തിരി ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തോപ്പുംപടി അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്നത് ഒരു സമൂഹ സൗഹൃദ വിദ്യാലയമായിട്ടാണ്. ഈ സമൂഹ സൗഹൃദ വിദ്യാലയം എന്ന് പേര് വരാനായിട്ട് കാരണം ഞങ്ങൾ കുട്ടികൾക്ക് അക്കാഡമിക്കായിട്ട് മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമല്ല കൊടുക്കുന്നത്. ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ വീക്ഷണമനുസരിച്ച് ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഒരു വിദ്യാർത്ഥിനിക്ക് സമഗ്ര വികസനം കൈവരിക്കണമെന്നൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നത്. അതാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വീക്ഷണവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൽ LKG മുതൽ D.Ed വരെയുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ഈ വിദ്യാലയത്തിൽ ഒരു പെൺകുഞ്ഞ് വന്നു കഴിഞ്ഞാൽ, കാരണം ഇത് ഗേൾസ് സ്കൂളാണ്, ഒരു പെൺകുട്ടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വ്യക്തിത്വ രൂപീകരണത്തിലൂടെ അറിവിലും അനുഭവത്തിലും അതോടൊപ്പം ഒരു സമഗ്ര വികസനം കൈവരിക്കുവാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിദ്യാലയത്തെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വേറിട്ട് കാണുന്നതും ഇന്ന് സമൂഹം ഞങ്ങൾക്ക് ഇത്രയും അധികം സപ്പോർട്ടും അതുപോലെ തന്നെ പിന്തുണയും നൽകുന്നത്. വ്യക്തിത്വ വികസനം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഞങ്ങൾ കൈവരിക്കുന്നത് വ്യക്തിശാക്തീകരണത്തിലൂടെ കുടുംബശാക്തീകരണത്തിലൂടെ സമൂഹ ശാക്തീകരണം. ഇതാണ് ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നതും കൈവരിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിത്വത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഭവന സന്ദർശനത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒത്തിരി കുട്ടികൾ ഈ പശ്ചിമ കൊച്ചിയിൽ നിന്ന് ഒത്തിരി കുട്ടികൾ വരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു വിദ്യാർത്ഥിനി വിദ്യാലയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ഉള്ള വിദ്യാഭ്യാസ
കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ, സൗകര്യങ്ങൾ അല്ലെങ്കിൽ മെത്തേഡ്, ഒത്തിരി പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ മറ്റ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് മറ്റ് വിദ്യാർത്ഥിനികളോടൊപ്പം, പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പറയുമ്പോൾ ഈ ഒരു പശ്ചിമ കൊച്ചിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ, നമ്മൾ കൊച്ചിയെ മാത്രം എടുക്കുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിനം പ്രതി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെട്രോ സിറ്റി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊച്ചിയുടെ ഒരു ഭാഗത്ത് ഒത്തിരി ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നു, മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നു കുറേ ജനങ്ങൾ പുറന്തള്ളപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെല്ലാനം പഞ്ചായത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ തീരദേശത്ത് നിന്ന് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവരൊരു ബെൽറ്റ് ആൾക്കാർ ഒരു സമൂഹത്തെ നമ്മൾ ദിനം പ്രതി അവർ പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒട്ടും തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ടു എക്സ്ട്രീംസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ടു എക്സ്ട്രീംസിനെ എങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഒരു സന്തുലിതാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ വരുന്ന സാഹചര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുകയും അവരുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ സുരക്ഷിതത്വമില്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന ഒത്തിരി കുടുംബങ്ങൾ ഞങ്ങൾ കാണാനായിട്ട് ഇടയായി. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സഹപാഠിക്കൊരു ഭവനം എന്ന പദ്ധതി രൂപീകരിക്കുകയും അത് പിന്നീട് വളർന്ന് ഇപ്പോൾ ഞങ്ങൾ ഹൗസ് ചാലഞ്ച് എന്നുള്ള ഒരു പദ്ധതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ഭവനരഹിതരില്ലാത്ത ഒരു സമൂഹം എന്നുള്ളൊരു ലക്ഷ്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ ആരംഭിച്ചത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ. ഞങ്ങളുടെ കുട്ടികൾക്ക്, അതായത് ഭവനങ്ങളില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും വരുന്ന കുട്ടികൾ നമുക്കുണ്ടാകരുത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ആരംഭിച്ചതാണ്. അത് ഈ നല്ല പാഠം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് എങ്ങനെ കൈവരിക്കാൻ സാധിക്കും. ഭവനരഹിതരില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു ചിന്തിച്ചാൽ തന്നെ പലരും ചോദിക്കുന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും. അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ 52 വീടുകൾ ഞങ്ങൾ പൂർത്തിയാക്കി മനോഹരങ്ങളായിട്ടുള്ള 52 കുടുംബങ്ങൾക്ക് തണലേകുവാനായിട്ട് സാധിച്ചു മനോഹരമായ ഭവനങ്ങളിലൂടെ. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുപോലെ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ ഞങ്ങളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ പ്രവർത്തനത്തിലൂടെ. അപ്പോൾ വീണ്ടും വിദ്യാലയത്തിൽ നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഈ കുട്ടികൾ ഈ അടിസ്ഥാന സൗകര്യമില്ലാത്ത അവസ്ഥയിൽ നിന്നും വരുമ്പോൾ അവർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഒരു അവസ്ഥയിൽ നിന്നും വരുമ്പോൾ ആ കുട്ടികൾ ഒത്തിരി അധികം അപകർഷാബോധത്തോടു കൂടിയാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ കൊടുക്കുന്ന, നമ്മൾ ഈ എല്ലാവർക്കും കൊടുക്കുന്ന ഒരേ മോഡേൺ മെത്തേഡ് ഉപയോഗിച്ച് കൊടുക്കുന്ന ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സമഗ്ര വികസനം കൈവരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അവർക്ക് ഈ അപകർഷാബോധം അവരിൽ നിന്ന് മാറ്റി അവരിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. കാരണം അവർക്കൊരു ഡിഗ്നിറ്റി, ഒരു സെൽഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യും. ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ആത്മവിശ്വാസം കൈവരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഈ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹൗസ് ചാലഞ്ച് പദ്ധതിയുമായിട്ട് ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ ഹൗസ് ചാലഞ്ച് പദ്ധതി ഭവനരഹിതരായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് ഭവനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. മറ്റ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും പഠിച്ച്, ഇപ്പോൾ നമുക്ക് ഒരു +2 വരെയും അവർ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോൾ അവർ പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും ഞങ്ങൾ വിദ്യാഭ്യാസം നിഷേധിക്കുകയില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നും പോയിട്ട് പ്രൊഫഷണൽ കോഴ്സിന് അവർക്ക് ഒത്തിരി പണച്ചെലവുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രൊഫഷണൽ കോഴ്സിന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പക്ഷേ സാമ്പത്തികമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത, പ്രത്യേകിച്ച് അമ്മമാർ മാത്രമുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനായിട്ട് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനികൾ, പൂർവ്വ അധ്യാപകർ, മാനേജ്മെൻറ്റ് എല്ലാവരും കൂടി സംയുക്തമായിട്ട് ചേർന്ന് ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ മദ്യരഹിതർ ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി കുടുംബങ്ങളെ മദ്യവിമുക്തമാക്കുവാനായിട്ട് ആ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ മദ്യവിമുക്ത
കുടുംബയജ്ഞ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കാനായിട്ട് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒത്തിരി തൊട്ടാ പൊട്ടുന്ന ഒത്തിരി സംഘർഷഭരിതമായിട്ട് ക്ഷമയില്ലാത്ത ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്നതിൻ്റെ ഒരു കാരണം മനുഷ്യത്വം നമ്മളിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. ക്ഷമ അല്ലെങ്കിൽ ആ മൃദുലത, ഹൃദയത്തിൽ നിന്നും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആ മൃദുലത നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ആവശ്യമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൊലയും മറ്റുമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ വിവാഹ ജീവിതം എടുത്തു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ പൊരുത്തക്കേടിൻ്റെ പേരിൽ ഒത്തിരി ബന്ധങ്ങൾ തകർന്ന് കുടുംബങ്ങൾ ശിഥിലമാവുന്നു. അത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പരിസ്ഥിതി സൗഹൃദ ജീവിത ശൈലി പരിപോഷിപ്പിച്ചുകൊണ്ട് മണ്ണും മനുഷ്യനും അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും ഇണങ്ങിച്ചേരുമ്പോഴേ ആ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നന്മ മനുഷ്യനെ സ്വാധീനിക്കുകയും മൃദുലത അല്ലെങ്കിൽ ക്ഷമ അല്ലെങ്കിൽ മനുഷ്യത്വം നിറഞ്ഞ വ്യക്തിത്വത്തെ രൂപീകരിക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഒത്തിരി പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സമൂഹത്തിൽ പല രീതിയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ രോഗികളായിട്ടുള്ളവർ, സമൂഹത്തിൽ പല പ്രശ്നങ്ങളാൽ ഭിന്നശേഷിയുള്ളവർ, അങ്ങനെ പുറന്തള്ളപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവസരങ്ങൾ ലഭിക്കാതെ പ്രതികൂല സാഹചര്യങ്ങളിൽപ്പെട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ പറ്റാത്തവർ, അങ്ങനെ ഒത്തിരി അവഗണിക്കപ്പെട്ട അതായിട്ട് സമൂഹത്തിൽ കാണുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞങ്ങൾ കുട്ടികളുമായിട്ട് അവരുടെ അടുത്ത് ചെല്ലുന്നു, അവരെ പരിചയപ്പെടുന്നു, അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് അവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള ഒത്തിരി പ്രോഗ്രാംസ് ഞങ്ങൾ ഓരോ വിശേഷ അവസരങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയാണ് ഞങ്ങൾ പറയുന്നത് ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ്, സുഹൃത്തുക്കളില്ലാത്തവരുടെ സുഹൃത്തുക്കളായിട്ട് മാറുക. അപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഇത്രയും കുട്ടികളെ ആകർഷിക്കുകയും ഇപ്പോൾ ഈ വർഷം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ, പശ്ചിമ കൊച്ചി തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ SSLC പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് ഈ സ്കൂളിലാണ്. കാരണം 350 വിദ്യാർത്ഥിനികളാണ് SSLC പരീക്ഷ എഴുതുന്നത് ഇപ്പോൾ ഈ വർഷം. അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് 10 വർഷമായിട്ട് നമുക്ക് 100% വിജയമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പഠിക്കുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് സമൂഹം ഇത്തരത്തിലൊരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഇന്ന് നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നാനാ തുറകളിലുള്ളവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ എന്തൊരു പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ചെറിയ ചെറിയ ചാരിറ്റി ബോക്സിൽ നിന്നും കിട്ടുന്ന കൊച്ചു കൊച്ചു തുട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളുടെ അധ്യാപകർ, മാനേജ്മെൻറ്റ്, അതുപോലെ പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, സമൂഹത്തിലെ കൂലിപ്പണിക്കാർ മുതൽ വലിയ വ്യവസായികൾ വരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഹൗസ് ചാലഞ്ച്, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥിനി ഉപരിപഠന സ്കോളർഷിപ്പ് പദ്ധതി, ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ് പ്രോജക്റ്റ്, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുപോലെ മദ്യത്തിനെതിരെ മദ്യവിമുക്ത കുടുംബങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ജനപ്രതിനിധികളുടെ സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടും സഹായവും ലഭിക്കുകയും അംഗീകാരങ്ങൾ ഞങ്ങളെ തേടി വരുന്നു. ഇതൊക്കെ കാരണം ഇന്ന് സമൂഹം ഉറ്റുനോക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രാക്ടിക്കലായിട്ട് യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ രീതിയാണ് ഇന്ന് സമൂഹം നോക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ രീതിയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ പുതിയ തലമുറയെ പഴമയിലെ നന്മയെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുനർജീവിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ 10 വർഷമായി. ഈ 10 വർഷത്തെ എൻ്റെ അനുഭവം ഓരോ ദിവസവും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഒത്തിരി നല്ല പ്രചോദനം നൽകുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഒത്തൊരുമിച്ചൊരു കൂട്ടായ്മയോടെ കൂടിയാണ് ഈ സമൂഹ സൗഹൃദ വിദ്യാലയം ഇന്ന് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളുടെ സപ്പോർട്ട്. അതെന്ന് പറഞ്ഞാൽ മാധ്യമം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇന്ന് വിമർശിക്കുന്നുണ്ട് മാധ്യമങ്ങളെ. അതായത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും നെഗറ്റീവായിട്ട്
ആയിട്ടുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നു എന്നൊക്കെ. അപ്പം ഞാനിതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും വിമർശിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും തെറ്റ് കാണുമ്പോൾ നമ്മൾ പറയും. പക്ഷെ അതോടൊപ്പം ഞാനൊരു തീരുമാനം എടുത്തു, എന്തെങ്കിലും ഈ നന്മയുടെ തരംഗങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ നന്മയുടെ തരംഗങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ തിന്മയുടെ ശക്തിയെ നമുക്ക് നേരിട്ട് കൊണ്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കൂ. അത്തരത്തിൽ നോക്കുമ്പോൾ ഞാൻ ഈ നന്മയുടെ പ്രവർത്തനങ്ങളുമായിട്ട്, ഞങ്ങളുടെ ഈ നന്മയുടെ പ്രോജക്റ്റുമായിട്ട്, നല്ലപാഠ പ്രോജക്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഒത്തിരി മാധ്യമ സുഹൃത്തുക്കൾ കൂടുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അതിയായിട്ടുള്ള ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടും നൽകുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും വലിയൊരു റിസോഴ്സ് എന്ന് പറയുന്നത് ഈ മാധ്യമ സപ്പോർട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഞാനൊരു പ്രധാന അധ്യാപികയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് മാസ് മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അപ്പോൾ ഇത്തരത്തിൽ മീഡിയ സപ്പോർട്ടോട് കൂടി ഇപ്പോൾ ഞങ്ങൾ അറിയപ്പെടാത്ത ഒത്തിരി പേര് ഞങ്ങൾ അറിയുകയും വിളിക്കുകയും ഞങ്ങളുടെ ഈ സംരംഭത്തിൽ കൈകോർക്കുകയും ചെയ്യുന്നു. ഒത്തിരി റിസോഴ്സ്ഫുള്ളായിട്ടുള്ളവർ ഇതിൽ ഞങ്ങളെ പിന്താങ്ങുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വലിയൊരു ഘടകം അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയാണ്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള മീഡിയ സുഹൃത്തുക്കളുമായിട്ട് പരിചയപ്പെടുകയും അവർ ഞങ്ങളുടെ ഈ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് മാധ്യമത്തിന് ഒരു വലിയ റിസോഴ്സായിട്ട്, നന്മയുടെ ഒരു റിസോഴ്സായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം അതിനും എനിക്കൊത്തിരി നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് ലേഡീസ് അവറിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റു വിദ്യാലയങ്ങളിലും നമ്മുടെ കേരളത്തിലുടനീളം ഇത്തരത്തിൽ, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ, നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി, പ്രാക്ടിക്കലായിട്ടുള്ളൊരു രീതി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഈ പുതിയ തലമുറയെ മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തിയെടുക്കുകയും നാളെ നമുക്ക് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ന് കാണുന്ന കുറവുകളെ നിറവുകളാക്കി മാറ്റി തിരുത്തിക്കൊണ്ട് മനുഷ്യനെ ഒരു മനുഷ്യത്വമുള്ള സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ.